ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നിങ്ങൾ ഏതൊക്കെ പാഠങ്ങൾ പഠിച്ചു കഴിഞ്ഞു? കുറേ പാഠങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അവസാനം പഠിച്ച പാഠം ഏതായിരുന്നു? ഒരു വിദ്യാലയ കഥ. അത് ആരെ പറ്റിയാണ് പറയുന്നത്? APJ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാമിൻ്റെ വിദ്യാലയ കാലഘട്ടത്തിൽ അദ്ദേഹം പഠിക്കുന്ന കാലത്തുണ്ടായ ഒരു സംഭവമായിരുന്നു ആ പാഠഭാഗത്ത് പറയുന്നത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് വെനീസിലെ വ്യാപാരി എന്ന് പറയുന്ന ഒരു കഥയാണ്. വെനീസിലെ വ്യാപാരി എന്ന് പറയുന്ന വില്യം ഷേക്സ്പിയർ എഴുതിയ ഒരു നാടകത്തിലെ ഒരു ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. ബുദ്ധിമാനായ ന്യായാധിപൻ എന്നാണ് നമ്മുടെ പാഠത്തിൻ്റെ പേര്. ആരാണ് ബുദ്ധിമാനായ ന്യായാധിപൻ എന്ന് നമുക്ക് ഈ കഥയിലൂടെ മനസ്സിലാക്കാം. ആരാണ് വില്യം ഷേക്സ്പിയർ? ലോകപ്രശസ്തനായ നാടകകൃത്താണ് വില്യം ഷേക്സ്പിയർ. അദ്ദേഹം കവിയാണ്. അദ്ദേഹം ജനിച്ചത് ഇംഗ്ലണ്ടിലാണ്. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം കഴിഞ്ഞ് അദ്ദേഹം എവിടെ എത്തുന്നു? ലണ്ടനിലെത്തുന്നു. ആ ലണ്ടനിൽ അദ്ദേഹം ഒരു നാടകശാലയിൽ ചെറിയ ജോലിയൊക്കെ കിട്ടി നാടകശാലയിൽ നിന്ന്. അങ്ങനെ അവിടെ വെച്ച് കുറേ നാടകങ്ങൾ കാണുന്നു. നാടകത്തിനോട് അദ്ദേഹത്തിന് വളരെ താല്പര്യം തോന്നി. അങ്ങനെയാണ് അദ്ദേഹം നാടകം എഴുതാൻ ആരംഭിക്കുന്നത്. അദ്ദേഹം ധാരാളം നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട നാടകങ്ങൾ ഏതൊക്കെയാണ്? നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടോ? ഞാൻ പറയാം ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട നാടകങ്ങളെന്ന്. ജൂലിയസ് സീസർ, ആന്റണിയും ക്ലിയോപാട്രയും, റോമിയോ, കിങ് ലിയർ, വെനീസിലെ വ്യാപാരി. അദ്ദേഹം ജനിച്ചത് 1564 ഏപ്രിൽ 23 ഇംഗ്ലണ്ടിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ഏപ്രിൽ 23 ലോക പുസ്തക ദിനമായി ആചരിക്കുന്നു. അപ്പോൾ ലോക പുസ്തക ദിനം എന്നാണ് ഏപ്രിൽ 23. ആരുടെ ജന്മദിനമാണ്? വില്യം ഷേക്സ്പിയറുടെ ജന്മദിനമാണ് ലോക പുസ്തക ദിനമായി നമ്മൾ ആചരിക്കുന്നത്. വില്യം ഷേക്സ്പിയർ എഴുതിയ വെനീസിലെ വ്യാപാരി എന്ന് പറയുന്ന കഥയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ബുദ്ധിമാനായ ന്യായാധിപനാണ് ഈ കഥയിൽ നമ്മൾ കാണുന്നത്. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. പേജ് നമ്പർ 29. എല്ലാവരും പുസ്തകം എടുത്തല്ലോ. പാഠം 10, ബുദ്ധിമാനായ ന്യായാധിപൻ. വെനീസിലെ നല്ലവനും കരുണയുള്ളവനുമായ ഒരു വ്യാപാരിയാണ് അന്റോണിയോ. ധാരാളം ചരക്ക് കപ്പലുകളുള്ള അദ്ദേഹം പാവങ്ങൾക്ക് പലിശയില്ലാതെ പണം കടം കൊടുക്കുമായിരുന്നു. അന്റോണിയോയുടെ ഈ സ്വഭാവശുദ്ധിയിൽ അമർഷമുള്ള മറ്റൊരു ധനികനാണ് ഷൈലോക്ക്. അന്റോണിയോയെ ഏതു വിധേനയും വകവരുത്തണമെന്നൊരാഗ്രഹം അയാളുടെ മനസ്സിൽ ജനിച്ചിട്ട് കുറേ നാളായി. അതിനായി തക്കം പാർത്തിരിക്കുകയായിരുന്നു അയാൾ. എന്താണ് പറയുന്നത്? വെനീസിലെ നല്ലവനും കരുണയുമുള്ള ഒരു വ്യാപാരിയാണ്. വ്യാപാരി എന്നാണ് വാക്കിനർത്ഥം കച്ചവടക്കാരനാണ് അന്റോണിയോ. അദ്ദേഹത്തിന് ധാരാളം ചരക്ക് കപ്പലുകളുണ്ട്. ചരക്ക് കപ്പലുകൾ എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ കൊണ്ടുപോകുന്ന കപ്പലുകളുണ്ട്. അദ്ദേഹം പാവങ്ങൾക്ക് പലിശ മേടിക്കാതെ പണം കടം കൊടുക്കുമായിരുന്നു. പാവങ്ങളിൽ നിന്ന് പലിശ വാങ്ങിക്കാറില്ല. ഇതിൽ ആർക്ക് ദേഷ്യമുണ്ട്? ഇദ്ദേഹത്തിൻ്റെ പോലെ തന്നെ ധനികനായ മറ്റൊരു കച്ചവടക്കാരനോടെയും ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? ഷൈലോക്ക്. അപ്പോൾ ഷൈലോക്കിന് ആരോട് ദേഷ്യമാണ്? അന്റോണിയോയോട് ദേഷ്യമാണ്. എന്നെങ്കിലും ഇവനൊന്ന് വകവരുത്തണമെന്ന് അതിനുള്ള അവസരം കാത്തിരിക്കുകയാണ് ഷൈലോക്ക്. ഏത് വിധേനയും വകവരുത്തണം എന്നൊരാഗ്രഹം ആരുടെ മനസ്സിലുണ്ടായിട്ടുണ്ട്? നമ്മുടെ ഷൈലോക്കിൻ്റെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ട്. അതിനുള്ളൊരു അവസരം ഇപ്പോൾ ഒത്തു വന്നിരിക്കുകയാണ്. കഥ നടക്കുന്ന സമയം അന്റോണിയോയുടെ ചരക്ക് കപ്പലുകൾ ഒന്നൊന്നായി തകർന്നു കൊണ്ടിരിക്കുകയായിരുന്നു. എന്നിരുന്നാലും പണം ആവശ്യപ്പെട്ട തൻ്റെ സുഹൃത്തായ ബെസാനിയോയ്ക്ക് അയാൾ സഹായം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ കഥ നടക്കുന്ന സമയത്താണെങ്കിലോ നമ്മുടെ അന്റോണിയോയുടെ ചരക്ക് കപ്പലുകൾ ഒന്നൊന്നായിട്ട് തകർന്നുകൊണ്ടിരിക്കുകയാണ്. സാധനങ്ങൾ വിറ്റ പോലെ സാധനം കൊണ്ടുപോകുമ്പോൾ വേണ്ട രീതിയിൽ കച്ചവടം നടക്കാൻ പറ്റാതിരിക്കുക. അങ്ങനെ ചരക്ക് കപ്പലിൽ നിന്ന് ഒരു പൈസയും ആർക്കും കിട്ടിക്കൊണ്ടിരിക്കണില്ല. അന്റോണിയോനെ കിട്ടുന്നില്ല. ആ സമയത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ബെസാനിയോ കുറച്ച് പൈസ കടം ചോദിക്കുന്നു. അറ്റ കൈക്ക് അന്റോണിയോ ഷൈലോക്കിൻ്റെ അടുത്ത് ചെന്നു. അയാളെ വഞ്ചിക്കണമെന്ന ഉദ്ദേശമുണ്ടായിരുന്ന ഷൈലോക്ക് ഈ അവസരം കളഞ്ഞു കുളിക്കാൻ ആഗ്രഹിച്ചില്ല. ബെസാനിയോയ്ക്ക് 3000 പണം കടം കൊടുക്കാനുള്ള കരാർ അയാൾ ഇപ്രകാരം എഴുതി. അപ്പം എന്തുണ്ടായത്?
അപ്പോൾ ബെസാനിയോന് കുറച്ച് പൈസ ആരോട് കടം ചോദിക്കുന്നു? അന്റോണിയോട് കടം ചോദിക്കുന്നു. അന്റോണിയോക്കാണെങ്കിലോ വ്യാപാര നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അദ്ദേഹത്തിന് പിന്നെ ആരോടും ചോദിക്കാനില്ല. അദ്ദേഹം ആരോടാണ് പൈസ ആവശ്യപ്പെട്ടത്? ആരോടാണ്? ഷൈലോക്കിനോട്. ഷൈലോക്കിന്റെ അടുത്ത് ചെന്ന് എത്ര രൂപയാണ് ആവശ്യപ്പെട്ടത്? 3000 പണമാണ് ചോദിച്ചത്. ആര് കൊടുക്കാമെന്ന് സമ്മതിക്കുന്നു? ഷൈലോക്ക്. എന്തുകൊണ്ടാണ്? നമ്മുടെ അന്റോണിയോട് ആർക്ക് ദേഷ്യമുണ്ട്? ഷൈലോക്കിന് ദേഷ്യമുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ ആരെ കൊടുക്കണം? അന്റോണിയോനെ കൊടുക്കണമെന്നൊരു ഉദ്ദേശവും നമ്മുടെ ഷൈലോക്കിന്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. അപ്പോൾ പൈസ കൊടുക്കാമെന്ന് തീരുമാനിച്ചു. അന്റോണിയുടെ അടുത്ത് ആരാണ് പൈസ ആവശ്യപ്പെട്ടത്? അന്റോണിയുടെ ഫ്രണ്ടിന്റെ പേരെന്താണ്? ബെസാനിയോ. എത്ര രൂപയാണ് ആവശ്യപ്പെട്ടത്? 3000 പണം. അങ്ങനെ ഇവരൊരു കരാർ എഴുതുകയാണ്. അയാൾ ഇപ്രകാരം എഴുതി: പറഞ്ഞ സംഖ്യ പറഞ്ഞ സമയത്ത് തന്നില്ലെങ്കിൽ പിഴയായി നിങ്ങളുടെ സുന്ദരമായ ശരീരത്തിൽ നിന്നും ഒരു റാത്തൽ എന്ന് പറയുന്നത് ഏകദേശം 1/2 കിലോ മാംസം അറുത്തെടുക്കാൻ എനിക്ക് അവകാശമുണ്ട്. അന്റോണിയോ സമ്മതിച്ചു. അപ്പൊ എന്തായിരുന്നു കരാറുണ്ടായിരുന്നത്? പറഞ്ഞ സംഖ്യ പറഞ്ഞ സമയത്ത് കൊടുക്കാനായിട്ട് കഴിഞ്ഞില്ല എങ്കിൽ പിഴയായിട്ട് എന്ത് ചെയ്യും? പിഴയായി നിങ്ങളുടെ സുന്ദരമായ ശരീരത്തിൽ നിന്ന് 1/2 കിലോ, ഒരു റാത്തൽ എന്നാണ് പറയുന്നത്. ഒരു റാത്തൽ എന്ന് പറയുന്നത് 1/2 കിലോ വരുന്നതായ മാംസം നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് അറുത്തെടുക്കാനായിട്ടുള്ള അവകാശം ആർക്കുണ്ട്? ഷൈലോക്കിന് ഉണ്ട്. ഈ വ്യവസ്ഥയ്ക്ക് ആര് സമ്മതിക്കുന്നു? അന്റോണിയോ സമ്മതിക്കുന്നു. ഇത്രയും ഭാഗമാണ് മാം ഇന്ന് എടുക്കുന്നത്. പാഠഭാഗം നിങ്ങൾ നല്ലപോലെ വായിക്കണം, നോട്ട്സ് എഴുതിയെടുക്കണം, ടെസ്റ്റ് പേപ്പർ എഴുതണം. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ഭാഗവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.